ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം റഷ്യൻ യുവതിയായ അമേച്വർ ബെലറിന സെനിയ കാരോലിന റഷ്യയിൽ നിന്ന് അമേരിക്കയിലെത്തുന്നു. ലോസ് ആഞ്ചൽസിൽ സ്ഥിരതാമസമാക്കിയ കാരോലിനയ്ക്ക് 2021 അമേരിക്കൻ പൗരത്വം ലഭിക്കുന്നു. നല്ല രീതിയിൽ ജീവിച്ചു പോകുന്നതിനിടെ 2022 ഫെബ്രുവരി 22 റഷ്യയുടെ യുക്രൈനുമേലുള്ള പൂർണ്ണ അധിനിവേശം തുടങ്ങുന്നു. അന്നേ ദിവസം തന്നെ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ദുരിതമനുഭവിക്കുന്നവർക്കായി ഒരു യുക്രൈൻ ഓർഗനൈസേഷൻ ഫണ്ടിംഗ് ആരംഭിക്കുന്നു. കാരോലിന $51.8 ഒറ്റത്തവണ കൈമാറ്റത്തിലൂടെ അവർക്ക് നൽകുന്നു. അന്ന് കാരോലിന അറിഞ്ഞിരുന്നില്ല ഈ $51.8 തുടർന്നുള്ള തന്റെ ജീവിതം മാറ്റിമറിക്കാനുള്ള ശക്തിയുണ്ടെന്ന്. മാസങ്ങൾക്ക് ശേഷം കഴിഞ്ഞ ജനുവരിയിൽ കാരോലിന റഷ്യയിലെ മോസ്കോയിൽ നിന്ന് 1600 കിലോമീറ്റർ അകലെയുള്ള എക്കാത്തറിൻബർഗിൽ തന്റെ ബന്ധുക്കളെ കാണാനെത്തുന്നു. അവിടെ നിന്ന് റഷ്യയുടെ FSB സെക്യൂരിറ്റി സർവീസ് യുക്രൈൻ സൈന്യത്തിന് ആയുധങ്ങൾ നൽകുന്ന യുക്രൈനിയൻ ഓർഗനൈസേഷന് ഫണ്ട് ചെയ്തു എന്ന കുറ്റത്തിന് കാരോലിനയെ എക്കാത്തറിൻബർഗിൽ വെച്ച് അറസ്റ്റ് ചെയ്യുന്നു. $51 സംഭാവന നൽകി എന്ന കാരണത്താൽ അറസ്റ്റിലായ കാരോലിനയ്ക്ക് കോടതി 12 വർഷമാണ് ജയിൽ വിധിച്ചിരിക്കുന്നത്. കാരോലിന ഇപ്പോൾ അമേരിക്കൻ